അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാരെയിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊന്ന് കാണണം. അതിനുശേഷം ഇത് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാർണിവൽ നടക്കുന്ന ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ കാർണിവലിൻ്റെ എൻട്രൻസിലെത്തിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഗ്രൗണ്ടിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഉല്ലസിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ചിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റ്, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവർ തരുന്ന റിങ് അതിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ആ ഒരു ഗെയിമിലോട്ട് പങ്കുചേരാനായിട്ട് നമ്മളൊരു 30 രൂപ മുതൽ 50 രൂപ വരെ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ബോളുകൾ നമ്പറിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 50 രൂപയാണ് 6 ബോളിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു വഞ്ചി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് പോയിട്ട് ഇതിലിരിക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻസ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ഒരു രക്ഷയില്ലാത്ത ഓളിയും ബഹളൊക്കെ ആയിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ വേറെ സംഭവം കൂടി കാണാൻ പറ്റും. ഈ വഞ്ചിയുടെ മറ്റേ അറ്റം പോയിട്ട് ആ കൊമ്പിൽ പോയിട്ട് മുട്ടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തൊട്ടടുത്ത് ഗാല ഗ്രൗണ്ടിലോട്ട്, അതായത് വെള്ളി ഗ്രൗണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഈ ഗ്രൗണ്ടിലോട്ട് വന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ ഏകദേശം 5 മണിയായിട്ടുള്ളൂ. പക്ഷേ ക്രൗഡായി തുടങ്ങി. ഇവിടെ ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബജി ഐറ്റംസ് ആയിട്ടും അതുപോലെ തന്നെ സർബത്ത് ഐറ്റംസ്, പിന്നെ സ്മോക്കി ബിസ്ക്കറ്റ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നൊരു സംഭവമാണ് ഈ കുലുക്കി സർബത്ത് എന്ന് പറയുന്നത്. അത് ഈ ഗ്രൗണ്ടിൻ്റെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളൊരു ചായയും എന്തെങ്കിലും സ്നാക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റോളിലോട്ട് വന്നിട്ടാണ്. അല്ല, അതിനെത്ര? 20 രൂപ. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ബിരിയാണി ഐറ്റംസ് ഉണ്ട്, അതുപോലെ കപ്പയുണ്ട്, മീനുണ്ട്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അങ്ങനെ വെളി ഗ്രൗണ്ടിലും അത്യാവശ്യം ക്രൗഡായി തുടങ്ങി. സമയം ഇപ്പോൾ ഏകദേശം 5:30-6 മണിയായിട്ടുള്ളൂ കേട്ടോ. വരുന്നവരെല്ലാം അവരവരുടെ സ്ഥലങ്ങൾ പിടിച്ചു തുടങ്ങിയിട്ടാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവിടെ കാല് കുത്താൻ പോലും സ്ഥലം കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും ഇവിടെ ഒന്ന് ഇരുട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ഇവിടുത്തെ ലൈറ്റ് വർക്കും മറ്റും കാണാൻ വേണ്ടിയിട്ട്. കൊച്ചി കാർണിവലിൽ ഇത്തവണത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മരം ഇതാണ് കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് വർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നേരം അന്വേഷിച്ചെടുക്കുന്ന ഒരു കൗണ്ടറായിരുന്നു ഈ സ്മോക്ക് ബോളിൻ്റെ കൗണ്ടർ. അങ്ങനെ അവസാനം അതും കണ്ടെത്തി. ഇതിൽ വേറെ സംഭവമൊന്നും കാണുന്നില്ല. ആ കപ്പിൽ ബിസ്ക്കറ്റ് ഇട്ടിട്ട് അതിൽ ഡ്രൈ ഐസാണോ എന്താണെന്നറിയില്ല, താഴെ ഒരു സിലിണ്ടർ കണ്ടില്ലേ, ആ സിലിണ്ടറിൽ നിന്ന് കോരി ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് വായിലോട്ട് വെച്ച് കഴിക്കുമ്പോൾ വായിൽ നിന്ന് ഇങ്ങനെ നിർത്താതെ പുകയും പോകുന്നത് കാണുന്നുണ്ട്. കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമായി. ഒടുവിൽ രാത്രിയായി. എല്ലാ പ്രകാശങ്ങളും കത്തിച്ചൊലിച്ചു തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞ ആ മരവും ഇതാ ചുവപ്പിൽ കുളിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരം, ഇത്തവണത്തെ കൊച്ചി കാർണിവലിലെ ഹൈലൈറ്റ്. അപ്പം ഞങ്ങൾ വെളി ഗ്രൗണ്ടിൽ നിന്നിട്ട് പുറത്തോട്ട് പോവാണ്. കാരണം ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി പുറത്ത് കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് എടപ്പള്ളിയിലോട്ടാണ്. ലുലുമോളിലൊന്ന് കയറിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ഫയർ വർക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നത് നോക്കാൻ പറ്റും. അപ്പം ഞങ്ങളിവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കാനൊന്നും നോക്കി നിൽക്കുന്നില്ല. നേരെ എടപ്പള്ളി ലുലുമോളിലോട്ട് വെച്ച് പിടിക്കാനുള്ള പരിപാടിയിലാണ്. അവിടെ ഗംഭീരമായൊരു വെടിക്കെട്ടൊക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് പറയണത്.
അപ്പോൾ ഞങ്ങളിതാ ലുലു മോളിലോട്ടുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ എടപ്പള്ളി ലുലു മോളിൽ 9 മണിക്ക് എത്തിയിട്ടോ. ഇവിടെയും അതിഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഈ ഹാപ്പി ന്യൂ ഇയർ 2024 എന്നുള്ളത് തന്നെ അടിപൊളിയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അധികം താമസിക്കേണ്ട, നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാൻ കയറാം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ലുലു മോളിലോട്ട് വന്നപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് കാണാൻ പറ്റിയത്. ഇവിടെ എന്താണ് ഗാനമേളാണ് നടക്കുന്നത്. പിന്നെ എല്ലാവരും ആടി ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ സമയം 11:55. എല്ലാവരും വെടിക്കെട്ടിന് വേണ്ടിയിട്ട് ലുലു മോളിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ വെടിക്കെട്ട് ഏകദേശം തുടങ്ങാനായത്. ഈ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളെ കൂടെ ഈ ന്യൂ ഇയറും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.